നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി ഒട്ടേറെ അഭ്യൂഹങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. ആ സീറ്റ്, തിരുവനന്തപുരം സീറ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസിനായിരുന്നു. ആ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പേരിൽ അവിടെ മത്സരിച്ചത് ആ പാർട്ടിയുടെ വൈസ് ചെയർമാനായിരുന്ന ആന്റണി രാജുവാണ്. ആന്റണി രാജു അവിടെ മത്സരിച്ചു, ജയിച്ചു. അദ്ദേഹത്തെ ആദ്യത്തെ 2.5 വർഷക്കാലം മന്ത്രിയുമാക്കി. അദ്ദേഹം ആ 2.5 വർഷക്കാലം പൂർത്തിയാക്കിയിട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. പകരം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി. ഇപ്പോഴും കെ ബി ഗണേഷ് കുമാറാണ് മന്ത്രി. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇത്തവണ ആ സീറ്റ്, കാരണം ആന്റണി രാജുവിന് MLA ആകാനോ അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കാനോ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായതുകൊണ്ട് ആ കേസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം തൊണ്ടി മുതൽ മാറ്റിയതിനെ സംബന്ധിച്ചുള്ള കേസാണ്. ആ കേസിനെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ കേസിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും ശരി തന്നെ, ആന്റണി രാജുവിന് ആ സീറ്റിൽ മത്സരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ പാർട്ടിയിൽ വേറെ ആരും മത്സരിക്കാനില്ല താനും. തിരുവനന്തപുരത്ത് സിറ്റിയിൽ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ വേറെ ആരും ഇല്ല ആ പാർട്ടിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM ഏറ്റെടുത്തു. CPM ഏറ്റെടുക്കുകയും അവിടെ CPM മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ നിർത്തുകയും ചെയ്തു. ആ സീറ്റിന് വേണ്ടി നേരത്തെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന, ഇപ്പം RJD സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള ആ സീറ്റിനെ നോട്ടമിട്ട്, അദ്ദേഹത്തിന്റെ പഴയ സീറ്റ് മണ്ഡലമായിരുന്നു, അദ്ദേഹം അതിനെ നോട്ടമിട്ട് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വന്നു. CPM-ആയിട്ടുള്ള സംസാരം നടത്തി, ചർച്ചകളൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കാൻ, അദ്ദേഹത്തിനെ നിർത്താൻ CPM തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു കാരണവശാലും വേറെ ആരെ മത്സരിപ്പിച്ചാലും സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. കാരണം അവർക്ക് അനുവദിച്ച സീറ്റ്, അവർക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് ആയതുകൊണ്ട് അവർക്കൂടെ സമ്മതമായ ഒരു, അല്ലെങ്കിൽ അവർക്കൂടെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തണമെന്നാണ് CPM വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് അത് ചോദിക്കുന്നത്. പക്ഷെ സുരേന്ദ്രൻപിള്ള ഒഴിച്ച് വേറെ ആരെ നിർത്തിയാലും അവർക്ക് സമ്മതമാണ് എന്നുള്ളൊരു മെസ്സേജാണ് CPM കൊടുത്തത്. അപ്പോൾ CPM സുരേന്ദ്രൻപിള്ളയെ കൈവിട്ടു. സുരേന്ദ്രൻപിള്ള ആ സീറ്റ് കിട്ടാഞ്ഞ് വീണ്ടും RJD ചെന്ന് RJD അധ്യക്ഷന്റെ കാലേ വീണ് ആ പാർട്ടിയിൽ ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ആണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. യാക്കോബായ സഭയോട് കാട്ടുന്ന ഒരു അംശം ഭാരതത്തിലെ തദ്ദേശീയ സഭയായ മലങ്കര സഭയോട് കാട്ടണ്ടേ? ഒരു ചോദ്യമാണ്. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ. സമുദായങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളുടെ ആളുകൾക്കായി സീറ്റ് ഉറപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ അംഗവും ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗമായ ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റും ഓർത്തഡോക്സ് സഭ ലഹരി വിരുദ്ധ സമിതി ട്രഷററുമായ ഡോക്ടർ റോബിൻ ബി മാത്യുവിനായി തിരുവനന്തപുരം സീറ്റ് സഭ ചോദിച്ചു വാങ്ങണം. ആരുടെ നിന്നാ? അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് വരാം. നിലവിലെ സിറ്റിംഗ് സീറ്റ് അതേപോലെ യുവജന നേതാവ് എന്ന പരിഗണന തീർച്ചയായും അവിടെ ജയിക്കാൻ സാധിക്കും അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ. LDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായി ലഭിക്കും. അവിടെയാണ് മന്ത്രിസ്ഥാനം ഉറപ്പായി ലഭിക്കും. ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടാൽ സഭയ്ക്കൊരു MLA-യും ഒപ്പം മന്ത്രിയും ലഭിക്കും. അപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ പല ആളുകളും, ആരും അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ആ ഗ്രൂപ്പുകളിൽ ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. പക്ഷെ എനിക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്തൊരു സത്യം പറഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടാവുന്ന ഒരു സൗഭാഗ്യമാണ്, ഒരു അവസരമാണ്, നല്ലൊരു അവസരമാണ് ഓർത്തഡോക്സ് സഭ നഷ്ടപ്പെടുത്തിയത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമായി ഒരു MLA-യും ഒരു മന്ത്രിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റാണ്. അതിന്റെ യുവജന വിഭാഗം പ്രസിഡന്റ്
ഓർത്തഡോക്സ് സഭയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ട്രഷററും ഒക്കെയാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് അവകാശപ്പെടുന്നത്. അവകാശപ്പെടുന്ന ഡോക്ടറാണ്. അപ്പോ ഇതെല്ലാം ഉള്ള ഒരാളിനെ അവിടെ മത്സരിപ്പിച്ചാൽ അദ്ദേഹം അവിടെ ജയിക്കും, ഒപ്പം മന്ത്രിയും ആവും. ഇതുപോലൊരു അവസരം ഇനി ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടാനുണ്ടോ? ഇതൊക്കെ കേട്ടാൽ ആരാ ചിരിക്കാതെ പോകുന്നത്? ഇതിപ്പോ ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാല് ഇങ്ങനെയും ആളുകളുണ്ടല്ലോ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പോസ്റ്റ് സ്വന്തമായി എഴുതി മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കും. അവരെയും കൊണ്ട് സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുക്കുക. നല്ലതല്ലേ? സ്വന്തമായി എഴുതും, പക്ഷെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത് അഭിമാനം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക്, ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയും ആ ഗ്രൂപ്പുകളിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ. ഒരു അല്പമെങ്കിലും ഉളിപ്പ് വേണ്ടേ? എനിക്കറിയാൻ മേലാൻ ചോദിക്കുക. ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? എങ്ങനെയാ? കഷ്ടം. ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയ ഒരു അവസരം സഭ മുതലാക്കണമായിരുന്നു. സഭ അത് മുതലാക്കിയില്ല. എന്തുകൊണ്ടാ മുതലാക്കാത്തത്? സഭയുടെ മേലധ്യക്ഷൻ ഒരു സീറ്റ് ചോദിച്ചു വാങ്ങണമായിരുന്നു. ആരോടാ? ഇടതുമുന്നണിയോട് ചോദിച്ചു. അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം സീറ്റ് സഭ ചോദിച്ചു വാങ്ങണം. അങ്ങനെ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം സീറ്റ് സഭ ചോദിച്ചു വാങ്ങണം. ആരോടാ? CPM-നോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഭ ചോദിച്ചു വാങ്ങണം. എന്താ, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റല്ലേ അത്? ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റിനകത്ത് ഓർത്തഡോക്സ് സഭ ആരോടാ ചോദിച്ചു വാങ്ങേണ്ടത്? ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയൊക്കെ ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് ഡോക്ടർ KC ജോസഫും അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് മുൻ MLA PC ജോസഫും അതിന്റെ വൈസ് ചെയർമാൻ ആന്റണി രാജു ഒക്കെയാണ്. അവർക്കറിയില്ലേ അവരുടെ പാർട്ടിയുടെ യുവജന നേതാവിന്റെ പേര്? അപ്പൊ ആ യുവജന നേതാവിന് വേണ്ടി അവര് ഇപ്പൊ യുവജന നേതാവിനെ അവിടെ നിർത്താൻ പോകുന്നതെന്ന് CPM-നോട് അവർക്ക് പറഞ്ഞൂടെ? അവരുടെ സീറ്റാണ്, ആ പാർട്ടിയുടെ സീറ്റാണ്. അവിടെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മേളിൽ കൊണ്ടുവന്ന് കുറ്റം ആരോപിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ ചോദിച്ചിരുന്നെങ്കിൽ, CPM-നോട് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോട് ചോദിച്ചിരുന്നെങ്കിൽ ആ സീറ്റ് കിട്ടിയേനെന്ന്. അങ്ങനെ സീറ്റ് ചോദിച്ചു വാങ്ങി ഇദ്ദേഹത്തെ മത്സരിപ്പിക്കണം. അറിയാം, ഇത് സ്വന്തം പാർട്ടിയുടെ സീറ്റ്. ആ സ്വന്തം പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് പറയുക മലങ്കര ഓർത്തഡോക്സ് സഭ സീറ്റ് ചോദിച്ചു വാങ്ങി അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന്. മത്സരിപ്പിച്ചാൽ MLA-യും അതിലുപരി ജയിച്ച മന്ത്രിയും, ഭരണം കിട്ടിയാൽ മന്ത്രിയൊക്കെ ആവുമെന്ന്. മാനസിക നിലയൊന്ന് പരിശോധിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. മാനസിക നിലയൊന്ന് പരിശോധിക്കണം. ഇങ്ങനെ ഊളത്തരമൊക്കെ എഴുതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ 10 പേര് കാണും എന്നുള്ളൊരു ഉളുപ്പെങ്കിലും വേണം, അങ്ങനെ ഒരു ചിന്തയെങ്കിലും വേണം, അതൊരു തിരിച്ചറിവുണ്ടാവണം. എനിക്കതേ പറയാനുള്ളൂ. ഇങ്ങനെയൊന്നും ആളുകളെ ഇത് വായിക്കുന്നവരൊന്നും പിന്നെ കഴുതകളല്ല. അവരൊക്കെ ബുദ്ധിയുള്ളവരാ. അവരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാ. അതൊക്കെ വളരെ വളരെ മോശമായ ഏർപ്പാടാണ്. അത്രേ പറയാനുള്ളൂ. ഡോക്ടറൊക്കെ ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഡോക്ടറാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ല. അത് പത്തനംതിട്ടയിലുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ SI-യും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. വിവരവും ബോധവും എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടതാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ തലയിൽ കൊണ്ടുവന്ന് ഓർത്തഡോക്സ് സഭയെ പഴിയായിരുന്നു, ഓർത്തഡോക്സ് സഭയുടെ തോളിൽ കൊണ്ടുവെക്കുന്നു. ഓർത്തഡോക്സ് സഭ സീറ്റ് വാങ്ങിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിച്ച്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ സീറ്റാ. ആ സീറ്റ് ആകെ ഒരു സീറ്റേ ഉള്ളൂ, അവർക്ക് അനുവദിച്ച ഒരു സീറ്റേ ഉള്ളൂ. പക്ഷെ അവരുടെ പാർട്ടിയിൽ ആരും മത്സരിക്കാനില്ല എന്ന് അവർ പറഞ്ഞു. അവരറിയിച്ചു അവരുടെ പാർട്ടിയിൽ ആരും മത്സരിക്കാനില്ലെന്ന്. അതിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റാണ് പോലും.
ആളില്ലാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ ആ പിന്നെ യുവജന സംഘടനയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റു ഭാരവാഹികളോ ആരുമില്ല. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ പ്രസിഡന്റ്. ആ പ്രസിഡന്റിനെ പോലും ആ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് ആ പ്രസിഡന്റിനെ അവിടെ മത്സരിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയാണോ സീറ്റ് വാങ്ങിച്ച് മത്സരിപ്പിക്കേണ്ടത്? ഇതുപോലുള്ള ഊളകളാണല്ലോ ആ പാർട്ടിയിലും അതുപോലെ മലങ്കര സഭയിലും ഉള്ളത്. ഇങ്ങനെയുള്ള ഊളകളെയും മലങ്കര സഭ സഹിക്കണം.